ഒരു പോലീസുകാരനും ഒരു യുവാവും തമ്മിൽ വലിയ തോതിലുള്ള അസഭ്യ വർഷവും കയ്യാങ്കളിയും ഉണ്ടായി. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ഇരുചക്രവാഹനവുമായി എത്തിയ യുവാവുമായിട്ടാണ് ഈ സംഘർഷമുണ്ടായത്. യുവാവിനെ പോലീസ് ഉദ്യോഗസ്ഥൻ വലിയ രീതിയിൽ മർദ്ദിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബഹളമുണ്ടാക്കിയ യുവാവിന്റെ ചെവിയിൽ ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞതോടെ യുവാവ് അസ്വസ്ഥനാവുകയായിരുന്നു. വിവരങ്ങളുമായി ചേരുകയാണ് പ്രസാദ്. കണ്ടെയ്ൻമെന്റ് സോണാണ്. അവിടെ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ പോലീസ് തടയുക സ്വാഭാവികമാണ്. ആരാണ് ആദ്യം ഈ പ്രകോപനം ഉണ്ടാക്കിയതും അസഭ്യവർഷം നടത്തിയതും? മധു പറഞ്ഞ പോലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണിൽ ആൾക്കാർ ഭയങ്കര സമ്മർദ്ദത്തിലാണ്. കുറച്ച് ദിവസമായി അവിടെ നിപ്പ മരണം ഉണ്ടായിട്ട് വീണ്ടും നിപ്പ ബാധിച്ച് നിപ്പ സ്ഥിരീകരണം ഉണ്ടായി എന്നുള്ള വാർത്തകൾക്കിടയിലാണ് ഇന്ന് അല്പം മുൻപ് ഈ യുവാവ് കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തിറക്കാമെന്ന്. മഴയുണ്ട്, പോലീസുകാരൻ എല്ലാവരെയും ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കണം. സ്വാഭാവികമായിട്ടും ആ പോലീസുകാരോട് ഈ യുവാവ് തർക്കിക്കുകയും കയർക്കുകയും ചെയ്തു. അപ്പോൾ പോലീസുകാരൻ ചെവിയിൽ നമുക്ക് കേൾക്കുന്നില്ല, ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അത് അസഭ്യമാണ് എന്നാണ് യുവാവ് പറഞ്ഞത്. അതോട് ആ ചെവിയിൽ പറഞ്ഞതുകൊണ്ട് യുവാവ് പ്രകോപിതനാകുന്നു. വളരെ രൂക്ഷമായ ഭാഷയിൽ തട്ടിക്കയറുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോൾ മർദ്ദനത്തിലേക്ക് നീങ്ങുന്നത്. മണ്ണാർക്കാട് നഗരസഭയിലെ ചങ്ങലേരി ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ കൂടെ രോഗം സ്ഥിരീകരിച്ചാലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് അത്രയും ശക്തമായി തന്നെ ഒരാളും പുറത്തു പോകാൻ പാടില്ല, മറ്റാരായിട്ടും സമ്പർക്കം പാടില്ല എന്ന് പറഞ്ഞ് കോവിഡ് കാലത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ധാരാളം കണ്ടാണ്. അപ്പോൾ നിപ്പയുടെ സമയത്തും ഇപ്പോൾ മണ്ണാർക്കാട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. എന്തായാലും ദൗർഭാഗ്യമാണ്. പോലീസ് മർദ്ദിക്കാൻ പാടില്ലായിരുന്നു, യുവാവ് തർക്കിക്കാനും പാടില്ലായിരുന്നു. പക്ഷേ രണ്ടും സംഭവിച്ചു പോയി. മധു. ശരി പ്രസാദ്, എന്തായാലും വലിയ രീതിയിലാണ് പോലീസുകാരൻ ആ യുവാവിനെ മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ ഇത്രയും ക്യാമറ അടക്കം ആളുകളടക്കം നോക്കി നിൽക്കുന്നതിനിടയിലും ബലപ്രയോഗം നടത്തുക, ക്രൂരമായി മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ പോലീസുകാർ പലതരത്തിലുള്ള ആളുകളോട് നിരന്തരം ഇടപെടേണ്ടവരാണ്. കണ്ടെയ്ൻമെന്റ് സോണിലടക്കമുള്ള ഇടങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ശരിയാണ്, ഒരു പ്രദേശത്തേക്കുള്ള പോക്കും വരവും നിയന്ത്രിക്കുമ്പോൾ ആളുകൾക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും. അതിനെ വളരെ മനസാന്നിധ്യത്തോടു കൂടി നിയന്ത്രിക്കുക അല്ലെങ്കിൽ പെരുമാറുക എന്നുള്ളതൊക്കെയാണ് പോലീസിന്റെ ഉത്തരവാദിത്തം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്താണ് ആ ചെവിയിൽ പറഞ്ഞത് എന്നറിയില്ല. യുവാവ് പെട്ടെന്ന് പ്രകോപിതനാവുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ മർദ്ദനവും നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്തോ വന്ന് പോലീസുകാരൻ യുവാവിനോട് ചെവിയിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹവും പ്രകോപിതനാകുന്നത്. പിന്നീട് തുടർച്ചയായ മർദ്ദനമായിരുന്നു നടന്നത്.